ഏഡൻസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര ഡബ്ലിനിലുള്ള ഫീനിക്സ് പാർക്കിലേക്കാണ്. ഡബ്ലിൻ സിറ്റി സെൻറ്ററിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത്. വളരെയേറെ പ്രത്യേകതയുള്ള ഒരു പാർക്കാണ് ഡബ്ലിനിലുള്ള ഫീനിക്സ് പാർക്ക്. 1660കളിലാണ് രാജാക്കന്മാർക്കൊക്കെ വേട്ടയാടാൻ വേണ്ടി ക്രമീകരിച്ച ഒരു പാർക്കാണിത്. എന്നാൽ 1747 ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. കാട്ടുമാനുകളുടെ ഒരു വലിയ കൂട്ടമാണ് ഇന്ന് ഈ ഫീനിക്സ് പാർക്കിലുള്ളത്. ഇത് എൻ്റെ മുന്നിലൂടെ പോകുന്നതാണ് ഇവിടുത്തെ ലോക്കൽ ട്രെയിൻ സർവീസാണ്. ലുവാസ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ലുവാസ് ട്രെയിനെക്കുറിച്ചും അതിലെ യാത്രയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്താം. ഇപ്പോൾ നമ്മൾ ഫീനിക്സ് പാർക്കിൻ്റെ എൻട്രൻസിലെത്തിയിട്ടുണ്ട്. ഏകദേശം 11 കിലോമീറ്റർ ദൂരമുണ്ട് ഇതിനുള്ളിൽ സഞ്ചരിക്കാൻ. 1750 ഏക്കറാണ് ഇതിൻ്റെ ഏകദേശ വിസ്തീർണം. എല്ലാ ദിവസവും ധാരാളം സഞ്ചാരികൾ ഇവിടം സന്ദർശിക്കാറുണ്ട്. പച്ച പരവതാനി വിരിച്ചതുപോലെയുള്ള ഈ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് വളരെ മനോഹരമായ ഒരു അനുഭവമാണ്. അയർലൻഡിലെ പ്രശസ്തമായ ഡബ്ലിൻ സൂ ഇതിനുള്ളിലാണ്. 1979 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇവിടെ നടത്തിയ ദിവ്യബലിയുടെ പശ്ചാത്തലത്തിൽ സ്ഥാപിച്ച ഒരു കുരിശ് പ്രശസ്തമാണ്. പാപ്പാൽ കുരിശ് ഇതിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. സ്റ്റീലിൽ നിർമ്മിച്ച ഈ കുരിശിന് ഏകദേശം 35 മീറ്റർ, അതായത് 115 അടി ഉയരമുണ്ട്. 2018 അയർലൻഡ് സന്ദർശനത്തിൻ്റെ അവസാന ദിവസം ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവിടെ ഈ സ്ഥലത്ത് ദിവ്യബലി അർപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ മറ്റൊരു ആകർഷണമാണ് വെല്ലിംഗ്ടൺ സ്മാരകം. ഏകദേശം 62 മീറ്റർ ഉയരമുള്ള ഒരു സ്തൂപമാണ് വെല്ലിംഗ്ടൺ സ്മാരകം. യൂറോപ്പിലെ ഏറ്റവും വലിയ ഒരു സ്തൂപമാണിത്. നമ്മുടെ അടുത്ത വീഡിയോയിൽ ഇതിനെക്കുറിച്ചൊക്കെയുള്ള വിശദമായ വിവരങ്ങൾ ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യുന്നതായിരിക്കും. ചില സമയങ്ങളിൽ ഈ പ്രദേശത്തൊക്കെ എത്തുമ്പോൾ തന്നെ മാനുകളുടെ ഒരു സാന്നിധ്യം കാണാൻ കഴിയും. നമ്മളിങ്ങനെ മാനുകളെ തേടിയുള്ള യാത്രയാണ്. ഈ പ്രദേശത്തൂടെ വെറുതെ സഞ്ചരിച്ചാൽ തന്നെ വളരെ നല്ലൊരു അനുഭവമാണ്. അയർലൻഡിലെ ചീഫ് സെക്രട്ടറിയുടെ വസതിയൊക്കെ ഇവിടെ തന്നെയായിരുന്നു. ഈ പാർക്കിനുള്ളിൽ 351 സസ്യ ഇനങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ 3 എണ്ണം അപൂർവവും സംരക്ഷിതവുമായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. 1660കളിലാണ് മാനുകളെ ഈ പാർക്കിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ ഏകദേശം 450-500 മാനുകൾ ഈ കൂട്ടത്തിലുണ്ട്. 72 ഇനം പക്ഷികളെ ഈ പാർക്കിൽ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ കുറച്ചേറെ കിലോമീറ്ററുകൾ സഞ്ചരിച്ചതിന് ശേഷം മാനുകളുടെ ആ കൂട്ടത്തിന് നടുവിലേക്കാണ് ഞങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണങ്ങളൊന്നും ഈ മാനുകൾക്ക് നൽകരുതെന്ന് തുടക്കത്തിൽ തന്നെ ആ എൻട്രൻസിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. ധാരാളം മാനുകളുടെ വിശാലമായ ഒരു ലോകം. ഇതിനുള്ളിൽ മാനുകളെ കാണുന്നതിനും വിശ്രമിക്കുന്നതിനുമൊക്കെ ആയിട്ട് ധാരാളം ആളുകൾ എത്തുന്നുണ്ട്. ഇത്രയേറെ മാനുകളോടൊപ്പം അടുത്തിടപഴകാൻ പറ്റുന്നത് വളരെ അപൂർവമാണ്. ഈ കാണുന്നതാണ് പാപ്പാൽ ക്രോസ്. ഏകദേശം 2 മണിക്കൂറോളം ഈ പാർക്കിനുള്ളിൽ സഞ്ചരിച്ചിട്ടും അവിടെ നിന്ന് തിരിച്ചു പോകാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു നല്ലൊരു അനുഭവമാണ് ഈ പാർക്കിൽ നിന്ന് ലഭിക്കുന്നത്. ഈ മരങ്ങളൊക്കെ പൂവിടാൻ തുടങ്ങാറായി.
ഈ മരങ്ങളൊക്കെ പൂവിട്ട് കഴിയുമ്പോൾ വളരെ ഭംഗിയായിരിക്കും ഈ പാർക്കും അതിൻ്റെ പരിസരവും കാണാൻ. ഞങ്ങളുടെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും ഇവിടുത്തെ മനോഹര കാഴ്ചകളും അനുഭവങ്ങളുമൊക്കെ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുവാൻ ഞങ്ങളിലെത്തുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.